2024 ജനുവരി അങ്ങനെ വളരെ പെട്ടെന്ന് പോയി. കുറേ നല്ല സിനിമകളും മോശം സിനിമകളും വലിയ സിനിമകളും ചെറിയ സിനിമകളൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഇനി ഫെബ്രുവരിയിൽ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ 2-ാം തീയതി ആർഗേൽ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. മാത്യു വോൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സ്പൈ ആക്ഷൻ മൂവിയാണത്. നമ്മുടെ ഹെൻറി കാവിലൊക്കെയാണ് അതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നമ്മുടെ കിങ്സ്മാൻ്റെ ഒക്കെ ഒരു ടച്ചുള്ള ഒരു ട്രെയിലറായിരുന്നു. കാരണം ഓൾറെഡി കിങ്സ്മാൻ്റെ ഡയറക്ടറാണ്. സോ ഒരു സ്പൈ ആക്ഷൻ മൂവി തിയേറ്ററിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഒരുപാട് വലിയ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത നല്ല സിനിമയായിരിക്കും തന്നെ പ്രതീക്ഷിക്കാം. ദെൻ 8-ാം തീയതിയാണ് യാത്ര 2 എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ തെലുങ്ക് ചിത്രം. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് 1 ഹിറ്റായിരുന്നു. ദെൻ ഇതേ ദിവസം തന്നെ 8-ാം തീയതി തന്നെ ഹാലോയുടെ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. ഹാലോ ഒരു TV സീരീസാണ്. ഐ തിങ്ക് പാരമൗണ്ട് പ്ലസിലൂടെ പുറത്തിറങ്ങിയ ഒരു സീരീസ് ആയിരുന്നു. അതിന് ഫസ്റ്റ് സീസൺ എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് ഗ്രേറ്റ്. പക്ഷേ അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഹാലോ ഗെയിം ചിലപ്പോൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഈ പ്ലേ സ്റ്റേഷനിലൊക്കെ സ്ഥിരം പണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിമിലൊന്നായിരുന്നു ഹാലോ. ആ മൊബൈൽ ഗെയിമിൻ്റെ എന്നല്ല, PC ആൻഡ് പ്ലേ സ്റ്റേഷൻ ഗെയിംസ് ഒക്കെ ഉണ്ട് ഹാലോ. സോ അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിട്ട് പുറത്തിറങ്ങിയ ഒന്നായിരുന്നു ഹാലോ എന്ന് പറഞ്ഞ സീരീസ്. സോ അടിപൊളി സീരീസാണ്. കണ്ടിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ കണ്ടു വെക്കുക. അതിൻ്റെ സെക്കൻഡ് സീസൺ അതിൻ്റെ സ്റ്റാർട്ടിംഗ് എപ്പിസോഡ് 8-ാം തീയതി തുടങ്ങും, ഫെബ്രുവരി. ദെൻ 9-ാം തീയതിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ ഒരു മലയാള ചിത്രം പുറത്തിറങ്ങുന്നത്. നമ്മുടെ ടോവിനോ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മൂവിയാണ്. ഒരു 80s 90s നടക്കുന്ന ഒരു ക്രൈം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത് തോന്നുന്നു. സോ ഒരു ട്രെയിലറിൽ അല്ലെങ്കിൽ ടീസറിലൊക്കെ ഒരു വൈബ് ഉണ്ടായിരുന്നു. സോ കണ്ടു നോക്കാം സിനിമ എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഈ 9-ാം തീയതി തന്നെ പ്രേമലു എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. എന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. നമ്മുടെ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് സംവിധാനം ചെയ്ത ഡയറക്ടറുടെ പുതിയ സിനിമ. സോ ഇതും കുറച്ചൊക്കെ പ്രോമിസിംഗ് ആയിട്ടുള്ള മൂവിയാണെന്ന് പറയാം. ദെൻ 9-ാം തീയതി തന്നെ ലാൽ സലാം എന്നൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു പക്ക രജനി മൂവിയല്ല, രജനി ചിത്രം എന്ന രീതിയിലാണ് ഇത് പ്രൊമോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഒരു 10-15 മിനിറ്റോടെ ക്യാമിയോ റോൾ മാത്രമുള്ള മൂപ്പർ. ബാക്കി ഇത് വേറെ പടമാണ്. ഒരു ക്രിക്കറ്റ് ബേസ്ഡ് മൂവിയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നൊരു മൂവി. പക്ഷേ ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ രജനീകാന്തിൻ്റെ മകളായ സൗന്ദര്യ രജനീകാന്ത് തന്നെയാണ്. സോ ലാൽ സലാം ഇത് ഒരുപാട് കാലം ഡിലേ ചെയ്ത് വന്നിട്ടുള്ളൊരു സിനിമ കൂടിയാണിത്. പണ്ടേ ഐ തിങ്ക് കോവിഡിന് മുമ്പൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണെന്ന് തോന്നുന്നു. സോ ലാൽ സലാം 9-ാം തീയതി റിലീസ് ചെയ്യും. ദെൻ ഇതേ 9-ാം തീയതി തന്നെ അപ്ഗ്രേഡഡ് എന്ന് പറഞ്ഞ സിനിമ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ലവ് സ്റ്റോറി. സോ എൻ്റെ ട്രാക്കല്ല. ദെൻ 9-ാം തീയതി തന്നെ കോബബ് എന്നൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഇത് കോബബ് എന്നുള്ളത് 2-3 പടമുണ്ട്. ഐ തിങ്ക് ഇംഗ്ലീഷിലൊന്നുണ്ട്, സ്പാനിഷിൽ എന്തോന്നുണ്ട്. ഇത് കൊറിയയിലുള്ള കോബബാണ് ഞാനിപ്പോൾ പറയണത്. ഇത് IFFKയിലും ബാക്കിയുള്ള ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ കളിച്ചിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. ഇത് തിയേറ്ററിക്കലിയും ദെൻ വീഡിയോ ഡിജിറ്റലായിട്ടും 9-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ തിയേറ്ററിക്കലി നമ്മുടെ ഇവിടെ ഐ തിങ്ക് US മാത്രമാണ് തിയേറ്ററിക്കൽ റിലീസ് ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെ ഡിജിറ്റലി നമുക്ക് അവൈലബിൾ ആവും. ഒരുപാട് നല്ല അഭിപ്രായം കേട്ടിട്ടുള്ളൊരു മൂവിയാണ്. ഫിലിം വിത്തിന് ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ളൊരു സിനിമ. സോ ഇത് കാണുന്നത് എനിക്ക് ഭയങ്കരധികം ആകാംക്ഷയുണ്ട്. സോ ഈ സിനിമ 9-ാം തീയതി റിലീസ് ചെയ്യും, കൊറിയൻ കോബബ്. 15-ാം തീയതിയാണ് ബ്രഹ്മയുഗം പുറത്തിറങ്ങുന്നത്. ഈ വർഷത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മലയാളം മൂവീസിലൊന്നാണ് ഈ ബ്രഹ്മയുഗം. ബ്രഹ്മയുഗത്തിനെ പറ്റി ഞാൻ സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് പറയാം. ഇതൊരു ഹൈപ്പ് എന്നല്ല, ഈ ഒരു ജോണർ മമ്മൂക്ക പോലെ ഒരു ആക്ടർ ഈ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഈ ഒരു പോയിന്റിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് സിനിമയിൽ. സോ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ബ്രഹ്മയുഗം. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പേഴ്സണലി ഒറ്റ പോസ്റ്റർ കണ്ടിട്ട് തന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള മൂവീസിലൊന്നാണ് മഞ്ഞുമുൽ ബോയ്സ്. ഇതും 15-ാം തീയതി തന്നെ ഒഫീഷ്യലായിട്ട് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ ഫെബ്രുവരി റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് 15-ന് തന്നെ ബ്രഹ്മയുഗത്തിൻ്റെ കൂടെ ഇറക്കുന്ന സിനിമയായിരിക്കും പക്ഷേ മഞ്ഞുമുൽ ബോയ്സ്. ഇതിന് അതിൻ്റെ ആ ഒരു ടീം, ആ ഒരു പോസ്റ്ററിൽ കാണുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു 90s കിഡ്സിന് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു. അതിന് അവരുടെ ആ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈലും ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വെറൈറ്റി ഫീൽ നൽകുന്നൊരു സിനിമയാണ്. സോ ഇതിനെപ്പറ്റിയിട്ടുള്ള ഒന്നും തന്നെ റിലീസ് ചെയ്തിട്ടില്ല, ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ. സ്റ്റിൽ ഒരൊറ്റ പോസ്റ്റർ വെച്ചിട്ട് തന്നെ വൻ ഹൈപ്പിലുള്ള വൻ ആൻറ്റിസിപ്പേഷൻ കൂട്ടുന്ന സിനിമകളിൽ ഒന്നാണ് മഞ്ഞുമുൽ ബോയ്സ്. ദെൻ 16-ാം തീയതി സൈറൻ എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ജയൻ്റെ ഇവിടെ ഏറ്റവും പുതിയ സിനിമയാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ ഇറങ്ങട്ടെ കണ്ടറിയാം. ദെൻ 16-ാം തീയതി തന്നെ മലയാളത്തിൽ നിന്ന് തുണ്ട് എന്നൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ ബിജു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പോലീസ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു. ദെൻ 16-ാം തീയതി തന്നെ മാഡം വെബ് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു മാർവൽ ചിത്രമല്ല, മാർവൽ ചിത്രം എന്ന് പറഞ്ഞാൽ ഇത് പുഷാവുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ സോണിയുടെ സ്പൈഡർ വേഴ്സ് ഉണ്ട്, നമ്മുടെ ഓൾറെഡി നമ്മൾ കണ്ടുള്ള വെനം, ദെൻ ബാക്കിയുള്ള സ്പൈഡർമാൻ മൂവീസിൽ ആ ഒരു അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മോർബിയസ് അങ്ങനത്തെ സിനിമകളുടെ കാറ്റഗറിയിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന അടുത്ത സ്പൈഡർ വേഴ്സ് മാർവൽ സോണി കോംബോയിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ് മാഡം വെബ്. ദെൻ 16-ാം തീയതി തന്നെ ഓപ്പറേഷൻ വാലന്റൈൻ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ ചിത്രമാണ്, ഒരു ഏരിയൽ കോമ്പാക്റ്റ് ഒക്കെ കാണിക്കുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. തെലുങ്കിലും ഹിന്ദിയിലൊക്കെ സൈമിൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്.
സോ ഈ സിനിമ തിയേറ്ററിൽ 16-ാം തീയതി പുറത്തിറങ്ങും. ദെൻ 16-ാം തീയതി തന്നെ ഹോളിവുഡിൽ നിന്നും ലാൻഡ് ഓഫ് ദി ബാഡ് എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ലിയാം ഹെംസ്വർത്തും റസൽ ക്രോ ഒക്കെ പ്രധാന വേഷത്തിൽ ഒരു മൂവിയാണ്. ഇത് തിയേറ്ററിൽ റിലീസുള്ളൊരു മൂവിയാണ് 16-ാം തീയതി. ദെൻ 21-ാം തീയതി കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു ആപ്പിൾ TV+ സീരീസ് പുറത്തിറങ്ങുന്നുണ്ട് പുതിയതായിട്ട്. ഒരു സൈഫൈ എപ്പിക് അഡ്വഞ്ചറാണ് ഇവർ പ്രോമിസ് ചെയ്യുന്നത്. സോ ആപ്പിൾ TV+യുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒരു 99% ഓഫ് സാധനങ്ങളും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലും പ്രതീക്ഷ വയ്ക്കാം. ദെൻ 22-ാം തീയതി അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന നെറ്റ്ഫ്ലിക്സ് ആനിമേറ്റഡ് സീരീസിൻ്റെ അഡാപ്റ്റേഷൻ പുറത്തിറങ്ങുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ. സോ ആ ആനിമേറ്റഡ് ഷോ ഇറ്റ് വാസ് ഗ്രേറ്റ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വളരെ മികച്ച ആനിമേറ്റഡ് ഷോസിലൊന്നാണ്. 3 സീസണാണുള്ളത്. 3 സീസണിൽ കൂടെ 3 പർട്ടിക്കുലർ ഇത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അങ്ങനത്തെ അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഐ തിങ്ക് വൺ പീസിനൊക്കെ ഈ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആനിമി കണ്ടവരൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പക്ഷേ ഈ ലൈവ് ആക്ഷൻ കണ്ടിട്ട് മാറ്റി കാണുന്നവരുണ്ടാവും. പക്ഷേ ഇതിന് ഓൾറെഡി ലൈവ് ആക്ഷനായിട്ട് സിനിമ ഐ തിങ്ക് 2005-ലോ 2006-ലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ M. നൈറ്റ് ഷ്യാമളൻ സംവിധാനം ചെയ്ത സിനിമയാണ്. പക്ഷേ അതിന് വലിയ റിസപ്ഷൻ കിട്ടിയിരുന്നില്ല. then ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ പുറത്തിറങ്ങുന്നത്. പക്ഷേ ട്രെയിലറൊക്കെ കുറച്ച് പ്രോമിസിംഗ് ആയിരുന്നു. നല്ല വിഷ്വലി സ്റ്റന്നിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രതീക്ഷിക്കുന്നു. സോ അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ 22-ാം തീയതി ആയിരിക്കും അതിൻ്റെ എല്ലാ എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുക. 23-ാം തീയതി ദിലീപ് ചിത്രമായി തങ്കമണി പുറത്തിറങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല, പക്ഷേ ഫെബ്രുവരി റിലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഡേറ്റ് എനിക്ക് കൺഫേം അല്ല. ഉണ്ടെങ്കിൽ 23-ാം തീയതി ആയിരിക്കും ചാൻസ്. ദെൻ 23-ാം തീയതി തന്നെ ക്രാക്ക് എന്ന് പറഞ്ഞൊരു പുതിയൊരു സിനിമ, അത് ഹിന്ദി ചിത്രമാണ്. നമ്മുടെ വിദ്യുത് ജമാൽ പ്രധാന വേഷത്തിൽ മൂവി. സോ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ അടിപൊളിയാണ്. ഐ തിങ്ക് ടൈഗർ ഷറാഫിന് കിട്ടുന്ന റിസപ്ഷനൊന്നും ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആക്ഷനാണ് അടിപൊളി. സോ ഒരു അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ആക്ടർ, നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടർ. സോ അദ്ദേഹത്തിന് അടുത്ത സിനിമ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ദെൻ 25-ാം തീയതി വാക്കിംഗ് ഡെഡിൻ്റെ ഏറ്റവും പുതിയ സ്പിൻ ഓഫ്, കുറേ സ്പിൻ ഓഫ് ഇപ്പോൾ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. സോ വാക്കിംഗ് ഡെഡ് ദി വൺ ഹൂ ലീവ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്പിൻ ഓഫ് സീരീസ്, അതിൻ്റെ ആദ്യ എപ്പിസോഡ് 25-ാം തീയതി ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ 27-ാം തീയതി ഷോഗൺ എന്ന് പറഞ്ഞ വേറെ സീരീസും കൂടി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ ഹുളുവിലൂടെ പുറത്തിറങ്ങുന്ന സീരീസാണ്. ഇത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ Disney+ ഹോട്ട്സ്റ്റാറിലൂടെ ആയിരിക്കും പുറത്തിറങ്ങുക. എനിക്കിതിൻ്റെ പ്രൈമീസ് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ആ ഒരു ട്രെയിലറും ടീസറും ആ ഒരു ഫസ്റ്റ് ലുക്കും ഒക്കെ തന്നെ ഭയങ്കര ഇഷ്ടമായി. സോ നല്ലൊരു ക്വാളിറ്റി സ്റ്റഫ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഷോഗൺ സാമുറൈ കൾച്ചർ കാണിക്കുന്ന ഒരു സീരീസാണ്. സോ അതിൻ്റെ ആദ്യ എപ്പിസോഡും ഈ പറയുന്ന 27-ാം തീയതി ആയിരിക്കും പുറത്തിറങ്ങുന്നത്. സോ ഇത്രയും സീരീസുകളും സിനിമകളാണ് ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങുന്നത്. ഇതിൽ തന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫെബ്രുവരി മാസത്തിൽ സിനിമ ഏത്, സീരീസ് ഏതെന്നും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.